നമ്മൾ ജീവിക്കുന്നത് 2026ലാണ്. യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എൻഹാൻസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് പേഴ്സണൽ സ്റ്റൈലിംഗ് ചെയ്യുന്ന ഒരു എറയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഡ്രസ്സപ്പ് ചെയ്യുന്നത് പോലെ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാൻ വെറുതെ ഒന്ന് പറയുന്ന കാര്യമൊന്നുമല്ല, സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മളായിട്ട് നമ്മളുടെ ഐഡന്റിറ്റി കളയാതെ നിൽക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരെ പോലെയും ഡ്രസ്സപ്പ് ചെയ്യാതെ എങ്ങനെ യുണീക്കായിട്ട് നമുക്കതിനകത്ത് മാറി നിൽക്കാം എന്നുള്ളതാണ്. വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണൽ ഞാൻ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പല ആളുകൾക്കും പറ്റുന്ന വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് നമ്മൾ വേറൊരാളെ പോലെ അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ഡ്രസ്സപ്പ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരെ പോലെയും ഡ്രസ്സപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആൻഡ് നമ്മളുടെ ഒരു യുണീക്നെസ് നമുക്ക് മനസ്സിലാവില്ല, നമ്മളുടെ ഐഡന്റിറ്റി നമുക്ക് മനസ്സിലാവില്ല, നമ്മളുടെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാവില്ല, നമ്മളുടെ കോൺഫിഡൻസ് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായ ഒരു ഐഡന്റിറ്റിയിൽ, നമ്മളുടെ ബോഡിയിൽ, നമ്മളായിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മളുടെ പേഴ്സണൽ സ്റ്റൈലിനനുസരിച്ചിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ എല്ലാവരെയും പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വീണു പോകുന്നത് എന്നുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടതും എന്നുള്ളതിന് ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, ഇതിന് സൈക്കോളജിയുടെ ബാക്കപ്പ് ഉള്ള ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ഒരു കാര്യം വാങ്ങുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊരു കാര്യം വാങ്ങേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരുപാട് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഒരു ട്രെൻഡ്, മേക്കപ്പോ ബ്യൂട്ടിയോ അങ്ങനെയുള്ള കാര്യം ഒരു ട്രെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് ചെയ്യുന്നു, എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആവുന്നു, അപ്പം എനിക്കും അത് സ്യൂട്ടബിൾ ആവും, അപ്പം അത് ഞാനും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി വാങ്ങുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ചെയ്യാതിരിക്കുക. അതിന് സൈക്കോളജിയിൽ ഒരു കാര്യം പറയും, ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയും. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പോപ്പുലർ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം സേഫ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പം എല്ലാവർക്കും, എല്ലാ ഡീപ്പ് സ്കിൻ ടോൺസിന് എല്ലാവർക്കും ചേരുന്ന ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഡീപ്പ് സ്കിൻ ടോൺസിനെല്ലാം ചേരുന്ന ഒരു കളർ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കാതെ ഈ സേഫ് ആയിട്ടുള്ള കാര്യത്തിൽ പോയിട്ട് നമ്മൾ പിടിക്കും. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ അത് എല്ലാവരെയും പോലെ നമ്മളെ ആക്കാനേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മളുടെ ഓൺ ഐഡന്റിറ്റിയിൽ നമ്മൾ കൊണ്ടുപോകാൻ അത് ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ആലോചിക്കേണ്ട, സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആരും ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാനിത് വാങ്ങുമോ? ഇത്രയും പോപ്പുലർ അല്ലെങ്കിൽ ഞാനിത് വാങ്ങുമോ? ഈ ഒരു കാര്യം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക. സ്വയം ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട്, അതായത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഐഡന്റിറ്റിക്ക് അനുസരിച്ചിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അത് വാങ്ങാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്, എല്ലാവരും അത് വാങ്ങുന്നുണ്ട്, അപ്പം ഞാനും ഇത് വാങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റൈൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ട്രെൻഡിനെ ഫോളോ ചെയ്ത് അതിനനുസരിച്ച് പെർച്ചേസ് നടത്താതിരിക്കുക. നമ്മളുടെ സ്റ്റൈൽ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനൊരു ക്വസ്റ്റനെയർ പോലെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണൽ സ്റ്റൈൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതുമാണ്. സൈക്കോളജിയിൽ അതിനെ സോഷ്യൽ പ്രൂഫ് ബയസ് എന്ന് പറയും. അതായത് എല്ലാവരും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും എന്നൊരു തോന്നൽ നമുക്ക് വരും. സോ അത് നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കും. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പേഴ്സണൽ സ്റ്റൈലുമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നമുക്ക് അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. വേറൊരാൾക്ക് അത് സ്യൂട്ടബിൾ ആവണം എന്നുള്ളത് കൊണ്ട് നമുക്കത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. നമ്മുടെ പേഴ്സണൽ സ്റ്റൈലിൽ പെട്ടൊരു കാര്യമേ ആയിരിക്കില്ല അത്. അപ്പോൾ അടിസ്ഥാനമായിട്ട് അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മളുടെ പേഴ്സണൽ സ്റ്റൈലിൻ്റെ ഫൗണ്ടേഷൻ ഇടുക. അതിനനുസരിച്ച് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്യുക. വാർഡ്രോബ് ആയിക്കോട്ടെ, മേക്കപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ, അത് നമ്മളുടെ പേഴ്സണൽ സ്റ്റൈലിനനുസരിച്ചിട്ടുള്ളതായി ആയിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യുണീക്കായിട്ടിരിക്കും, നമ്മുടെ കോൺഫിഡൻസ് നന്നായിട്ട് കൂടും, നമ്മൾ എവിടെയും നമ്മളുടെ ഐഡന്റിറ്റിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും, നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. മൂന്നാമത്തത്, അപ്രൂവലിന് വേണ്ടി ഡ്രസ്സ് ചെയ്യാതിരിക്കുക. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ വാലിഡേഷൻ ട്രാപ്പ് എന്ന് ഇതിനെ പറയും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആൾ ആക്ച്വലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാനായിരിക്കും കൂടുതലായിട്ടും ആളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവുക. പുതിയൊരു കാര്യം ചെയ്യും. പുതിയൊരു കാര്യം ചെയ്തിട്ട് ആദ്യത്തെ 2-3 ദിവസം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് ആരെങ്കിലും കോംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ആൾക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ആൾക്ക് ഓക്കെ ആയിട്ട് തോന്നുക. അതായത് നമ്മൾ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മറ്റുള്ളവർ പറയുന്ന അത് ചേരും, ഇത് ചേരും, അല്ലെങ്കിൽ നിനക്ക് അതാണ് ചേരുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ട് അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ഒരു ഒതന്റിസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നും. അപ്പോൾ ഈ ഒരു വാലിഡേഷന് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒതന്റിസിറ്റി നമുക്ക് നഷ്ടപ്പെടും.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഓർത്തഡോക്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഉള്ളതെങ്കിൽ അവർ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മൈൻഡ് സെറ്റിലേക്ക് ഉള്ള രീതിയിലുള്ള സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. നമ്മളത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അത് മറ്റുള്ളവർ പറയുന്ന മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒതന്റിസിറ്റി പോവും. നമുക്ക് നമ്മളല്ലാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനും തുടങ്ങും. സോ അത് നിർത്തുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെയും നമ്മുടെ സ്കിൻ ടോണിനെയും ഒക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുന്ന ഒരു കാര്യം നിർത്തുക എന്നുള്ളതാണ്. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ സെൽഫ് കോൺഗ്രുവൻസ് തിയറി എന്ന് പറയും. അതായത് നമ്മളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിക്കനുസരിച്ച്, നമ്മളുടെ കളറിങ്ങിനനുസരിച്ച്, നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടും. അപ്പോൾ ഡ്രസ്സപ്പ് ചെയ്യുകയോ സ്റ്റൈൽ ചെയ്യുകയോ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മളുടെ കളർ പാലറ്റ് ഏതാണെന്നും നമ്മളുടെ ബോഡി ഷേപ്പ് ഏതാണെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. ബോഡി ഷേപ്പ് എങ്ങനെ അനാലിസിസ് ചെയ്യണം എന്നുള്ളതും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും ആക്ച്വലി കൊടുത്തേക്കാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാവുന്നതാണ്. സോ അതായിരിക്കണം നിങ്ങളുടെ ബേസ്. നിങ്ങളുടെ സ്റ്റൈൽ ഏതാണെന്ന് അറിയുന്നതും നിങ്ങളുടെ ബോഡി ഷേപ്പ് ഏതാണെന്ന് അറിയുന്നതും നിങ്ങളുടെ കളർ അനാലിസിസ് ഏതാണെന്ന് അറിയുന്നതും കളർ പാലറ്റ് ഏതാണെന്ന് അറിയുന്നതും ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ ബേസ്. അതിനുശേഷം വേണം നമ്മുടെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യാൻ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്പൾസ് ഷോപ്പിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പൾസ് ഷോപ്പിംഗ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ പറയുന്നത് ഡോപ്പമിൻ ഒരു ഹൈ കിട്ടും. നമ്മൾ കൂടുതൽ ചിലപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഡ്രസ്സ് പോയി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് പോയി എടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടില്ലേ? അത് ശരിക്കും ഡോപ്പമിൻ റഷ് മാത്രമാണ്. അല്ലാതെ അത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് കൊണ്ട് നമ്മൾ വാങ്ങുന്നതായിരിക്കില്ല. അങ്ങനെയുള്ളൊരു കാര്യം അത് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് അത് വൺസ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അത് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമുക്കനുസരിച്ചിട്ടുള്ള നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടോ നമ്മളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടോ നമ്മളുടെ കളർ പാലറ്റിന് അനുസരിച്ചിട്ടോ അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കില്ല അത്. അപ്പോൾ അത് ഒഴിവാക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇമ്പൾസ് ആയിട്ടൊരു സാധനം വാങ്ങാൻ തോന്നുകയാണെങ്കിൽ ഒരു 24 മണിക്കൂർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് അത് അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പോയിട്ട് ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എസെൻഷ്യൽ ആണോ എന്ന് സ്വയം ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇപ്പം എനിക്കുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ചില സമയത്ത് ഇമ്പൾസീവായിട്ട് ചില ടാറ്റൂസ് ചെയ്യുക, ഹെയർ കളർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ഞാനത് ചെയ്യാറുമുണ്ട്. ചില സമയത്ത് ഡിസാസ്റ്റർ ആവും, ചില സമയത്ത് ഡിസാസ്റ്റർ ആവാതെ ഇരിക്കും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അത് ഞാൻ ചെയ്യുന്നതിന് മുൻപ് ഒരു 2 തവണ ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. ഇത് എങ്ങനെ എനിക്ക് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത്. എനിക്ക് എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ആ സമയത്ത് തോന്നലെങ്കിൽ ഞാനത് പോയി ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം മേ ബി അതുകൊണ്ടുള്ള സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻറ്റയർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഒരാളുടെ അടുത്ത് നിന്ന് കോപ്പി ചെയ്യാതിരിക്കുക. അപ്പം ഒരുപാട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഇൻസ്പിറേഷൻ ലുക്സ് ഓരോ ആൾക്കാരെ പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള അവർ അതിലിട്ടിരുന്ന ഒരു സിനിമയിലിട്ടിരുന്ന ഡ്രസ്സ് അതേപോലെ കോപ്പി ചെയ്യുക. അങ്ങനത്തെ ട്രെൻഡുകളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു ആക്ട്രസിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടോ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കത് സ്യൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല. സൈക്കോളജിക്കലി പറയുമ്പോൾ അതിന് ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒരാളെ എൻറ്റയർലി അയാളെ തന്നെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐഡന്റിറ്റി പോയിട്ട് അയാളുടെ ഐഡന്റിറ്റി വന്നതുപോലെ ഇരിക്കും. സോ നമ്മൾ എപ്പോഴും ഇൻസ്പിറേഷൻസ് എടുക്കാം. പക്ഷേ എൻറ്റയർ ഐഡന്റിറ്റി നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓൺ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെടും. സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് എന്തും വെയർ ചെയ്യാം എന്നുള്ള ഒരു പറച്ചിൽ നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഞാൻ എന്തും വെയർ ചെയ്യും, ഞാൻ എന്തും ഇടും എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. സൈക്കോളജിക്കലി ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസിഷൻ ഫാറ്റിഗ് ആണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ ആയിപ്പോവും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അതിനൊരു ഇൻറ്റൻഷൻ കൊണ്ടുവരിക. ഡ്രസ്സപ്പ് ചെയ്യുന്നതിലൊക്കെ ഒരു ഇൻറ്റൻഷൻ കൊണ്ടുവരിക. എല്ലാം നമ്മൾ വെയർ ചെയ്യും എന്ന് പറയാതെ നമുക്കൊരു സിഗ്നേച്ചർ സ്റ്റൈൽ കൊണ്ടുവരിക. സിഗ്നേച്ചർ എലമെന്റ്സ് നമുക്കുണ്ടായിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ദീപിക പദുകോണിനെ ആലോചിക്കുന്ന സമയത്ത് ദീപികയുടെ ഹെയർ സ്റ്റൈല് പല സമയത്തും ദീപികയുടെ സിഗ്നേച്ചർ സ്റ്റൈലാണ്. അത് ദീപികയുടെ ഓൺ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ രശ്മിക മന്ദനയെ നോക്കുകയാണെങ്കിൽ രശ്മികയുടെ ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ നയൻതാരയുടെ ലിപ്സ്റ്റിക്സ്, ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഇതൊക്കെ ഒരു ട്രെൻഡിലുള്ളതാണ്. അത് അവരുടെ ഐഡന്റിറ്റിയിലുള്ളതാണ്. നയൻതാരയുടെ ഐബ്രോസ് ഇതൊക്കെ ഒരു ഐഡന്റിറ്റിയിലുള്ളതാണ്. അത് അവരുടെ സിഗ്നേച്ചർ എലമെന്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കും അങ്ങനെയുള്ള എന്തെങ്കിലും സ്ട്രോങ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണെഴുതുന്ന ഒരു വിധമായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ മറ്റുള്ള എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഇൻസ്പിറേഷൻ എടുക്കാൻ കുറച്ചും കൂടെ നന്നാക്കാൻ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിയാൽ മതിയാവും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുന്നതിലെ ചില എലമെന്റ്സ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുണ്ടാവും. ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് ബ്ലഷ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുക. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുക. ആൻഡ് അത് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ഒരു ഇന്റൻഷൻലി അതിൻ്റെ കളേഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് റിപ്പീറ്റഡ്ലി അത് ചെയ്യുക എന്നുള്ളതാണ്. സൈക്കോളജിയിൽ അതിനെ മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് പറയും. അതായത് റിപ്പീറ്റഡ്ലി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ്ലി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഐഡൻറ്റിറ്റിയായി മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ സിഗ്നേച്ചർ ലുക്കായി മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വാർഡ്രോബ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് കൂടുതലായിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ്? ഡാർക്ക് ടോൺസ് ആണോ? ലൈറ്റർ ടോൺസ് ആണോ? അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ആണോ? അല്ലെങ്കിൽ റെഡിൻ്റെ ഷെയ്ഡ്സ് ആണോ? യെല്ലോയുടെ ഷെയ്ഡ്സ് ആണോ? അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് നമുക്കൊരു താല്പര്യമുണ്ട്. അത് നമുക്ക് ഇടുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ സിഗ്നേച്ചറായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സിഗ്നേച്ചറായിട്ട് ഒരു കാര്യം മാറ്റിക്കഴിഞ്ഞാൽ ആ സിഗ്നേച്ചർ ലുക്കിൽ നമ്മളെ കണ്ട് 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 ആൾക്കാർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും നമ്മുടെ അപ്പിയറൻസിനോട്. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ ഇപ്പോൾ ഫോൺ നമ്പർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാതെ ആ ഫോൺ നമ്പർ എല്ലാ കാലത്തും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ടൊരു നമുക്ക് ട്രസ്റ്റ് വരുമല്ലോ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആളോട് എപ്പോൾ വിളിച്ചാൽ കിട്ടും എന്നറിയില്ല, ഇതിൽ വിളിച്ചാൽ കിട്ടുമോ എന്നറിയില്ല, അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കി നമുക്കൊരാളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ഡ്രസ്സിങ്ങിൽ റെപ്പറ്റീഷൻ കാരണം ഉണ്ടാവുക. അതായത് പറഞ്ഞു വന്നത്, ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾക്കാർ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല അവർ സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ അവരെ തന്നെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെ തന്നെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർക്ക് ആ സിഗ്നേച്ചർ ലുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും അവർക്ക് കോൺഫിഡൻ്റ് ആയിരിക്കാൻ പറ്റുന്നതും അവരവരുടെ ബോഡിയിൽ കംഫർട്ടബിൾ ആവുന്നതും അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതും. സോ അത് നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇരിക്കുന്നത് പോലെ ഇരിക്കാതെ നമ്മുടെ ഓൺ ഐഡൻറ്റിറ്റിയിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്ത് യുണീക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ലവ് യു.